ജയൻ, ജയൻ, ആരാ അത്? നമസ്കാരം. അച്ഛൻ എവിടെ? അച്ഛൻ 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 അമ്പലത്തിൽ പോയിരിക്കുക. അതെ 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 അതെ. അച്ഛനെ ഒന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു. അച്ഛൻ ഇനി ഇന്ന് വരുവോ? വരൂ. എന്താ, അമ്പലം വിലക്കെടുക്കാൻ പോയിരിക്കുകയാണോ? അല്ല, ഈ ഭജനക്ക് ഇരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതെ അതെ. ഒരുപാട് താമസിക്കല്ലേ? അതെ അതെ. ഏതമ്പലത്തിൽ പോയിരിക്കുക? കൃഷ്ണന്റെ അമ്പലം. അതന്നെ, കൃഷ്ണനും ശിവനും അടുത്തടുത്തിരിക്കുന്ന അമ്പലം. സാറിപ്പോ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല. ഈ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോട് സംസാരിക്കില്ല. അങ്ങനെ. എന്നാൽ ഇവിടെ വന്നിട്ട് കാണാം. എത്ര താമസിച്ചാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് തന്നെ. നാളെ പുലരു മുമ്പ് വരുമല്ലേ? പിന്നെ അതിനൊന്നും എന്തായാലും വരും. ഏതായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. അച്ഛോ, ഇതാര്? അല്ല, വർമ്മ സാറോ? അച്ഛനെ കണ്ടിട്ടേ പോകത്തുള്ള ഒരേ നിർബന്ധം പിടിച്ചിരിക്കുക. ഈ ഐശ്വര്യമുള്ള മുഖം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക എന്നുള്ളത് അതൊരു മാനസികമായ സുഖമാണ്. താങ്കൾക്ക് ഒരു സഹോദരനുണ്ടല്ലേ? ഊവല്ലോ, ഉണ്ട്. രാജേന്ദ്ര വർമ്മ. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. എന്താ, തമ്മിൽ പരിചയമുണ്ട്? ഞാൻ അല്പം മുമ്പ് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടുത്ത ആഴ്ച എന്റെ വീട്ടിലൊരു ഡിന്നർ ഉണ്ട്. തീർച്ചയായും വരണം. അത് ക്ഷണിക്കാൻ ഞാൻ വന്നതാ. വരട്ടെ. ഇനി ഇപ്പൊ അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കണം. അതിനെന്താ ഒരു വഴിയുണ്ടാ ബാലു? നീ ഇത്ര മണ്ടനായി പോയല്ലോ. അവള് വരുന്ന വഴിയിൽ കാത്തു നിൽക്കണം. അവള് വരും. എന്നിട്ട് അവളോട് ചോദിക്കണം, കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴി ഏതാണെന്ന്. അപ്പൊ അവള് പറയും, ഈ നാട്ടില് പുതിയ ആളാണല്ലേ എന്ന്. ഞാൻ പറയും, അതെ, ഒരു പെണ്ണ് കെട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചാ വന്നത്. അപ്പൊ അവളെന്ത് പറയും? അവള് ചോദിക്കും, എന്നിട്ടെന്തേ കെട്ടാത്തെ? അപ്പൊ ഞാൻ പെണ്ണിന് ഇഷ്ടമാണോന്ന് അറിയണമല്ലോ എന്ന് ചോദിക്കും. ആരാ പെണ്ണ്? വേറെ ആരാവാൻ, കാവേരി എന്ന് ഞാൻ പറയും. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടടാ ബാലു. അപ്പഴേ ഈ കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴിയാ. കോർപ്പറേഷൻ ഓഫീസോ? അതെ. ഇവിടെ കോർപ്പറേഷൻ ഓഫീസ് ഇല്ല, മുനിസിപ്പാലിറ്റിയാ. ഈ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വഴിയാ എനിക്ക് അറിയേണ്ടത്. ഇതുവഴി നേരെ പോയിട്ട് എടുത്തോട്ട് തിരിഞ്ഞാ മതി. അല്ല, പിന്നെ അതെ, പിന്നെ സിമന്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. ഇപ്പോ സിമന്റിന് വലിയ ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല. അല്ല, ഈ കോർപ്പറേഷൻ ഓഫീസും സിമന്റുമായിട്ട് എന്താ ബന്ധം? അല്ല, എനിക്ക് കളക്ടറേറ്റിലാ പോവേണ്ടത്. ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ല, അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിലും പോണം. കളക്ടറേറ്റ് തിരുവനന്തപുരത്തല്ലേ? അതെ അതെ. ഇവിടെ നിന്നാ ബസ് കിട്ടും. താങ്ക്സ്. കാർ കൂന്തൽ കെട്ടിനെന്തിന് വാസനത്തൈലോ തൈലോ വാസനത്തൈലോ കൃഷ്ണ അയ്യപ്പ. എന്താ കാലത്ത് തന്നെ കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. പിന്നെ എന്റെ അടുത്ത് ഒരു കത്തിയുണ്ട്. അത് ഷേവ് ചെയ്യാൻ കൊള്ളില്ല, പക്ഷേ നിന്റെ പള്ള ഞാൻ കുത്തി കഴിച്ചു. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഈ വാടാ തന്തക്കളി ഞാൻ നിർത്തും. പാടക തന്ത പാടക തന്ത. എടാ മോനെ, എന്റെ അടുത്ത് ഇല്ലടാ. നിങ്ങളല്ലേ ഈ തത്വം എനിക്ക് പറഞ്ഞു തന്നത്? എന്തോന്ന്? പണമുള്ളവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെ തട്ടിയെടുക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ സൂക്ഷിക്കണമെന്നും. എന്നിട്ട് ഇപ്പൊ ഒരുമാതിരി കാണാൻ വർത്താനം പറയുന്നത്. ഒരു 50 റുപ്പീസ് റൈസ് ചെയ്തേ.
എന്റെ അടുത്ത് മുഴുവൻ ഇല്ലെന്ന്. എന്നാ പിന്നെ ഉള്ളത് തന്നൂടെ? അപ്പൊ ഉള്ളത് എന്നിട്ട് എനിക്ക് ചെറിക്കാൻ പോകാൻ പറ്റുമോ? എന്നാ പിന്നെ ഇന്ന് നിങ്ങളുടെ ആൾമാറാട്ട കളി ഞാൻ പോലീസിൽ അറിയും. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് ചെറുക്കാൻ ഇറങ്ങി പോരാ. പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ഐസിൽ കിടത്തും, നഖത്തിന്റെ ഇടയിൽ മുട്ടു സൂചി അടിച്ചതാ, കാൽവണ്ണയിൽ ചോറിൽ കടിക്കും, ഉരുട്ടും. എന്നാ പിന്നെ ഒരു 50 രൂപ താഴെ. 5 രൂപയോ? എടേ, ഒരു വിലയില്ലാത്ത ഭൂജത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഐ വിൽ അഡ്ജസ്റ്റ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറഞ്ഞേ? അല്ല, ഞാൻ നാളെ തരാന്ന് പറയുന്നു. എന്തൊരു ഗതികേടാണിത്. ഗുലുമാലേ 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 ഗുലു 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 ഗുലുമാലേ. വീട്ടിലോ ഗുലുമാലേ, നാട്ടിലോ ഗുലുമാലേ, റോഡിലോ ഗുലുമാലേ, അവിടെയും ഇവിടെയും എവിടെയും എങ്ങും ഗുലുമാലേ. അയ്യോ ഗുലുമാലേ. വീട്ടിലോ ഗുലുമാലേ, നാട്ടിലോ ഗുലുമാലേ, റോഡിലോ ഗുലുമാലേ, അവിടെയും ഇവിടെയും എവിടെയും എങ്ങും ഗുലുമാലേ. പണ്ടൊരിക്കൽ പറഞ്ഞ കള്ളം ഇന്നിതാ ഗുലുമാല്, അതിന്നു നാട്ടിൽ പരന്നു പാട്ടായി പറഞ്ഞ വീരനെ അറിഞ്ഞു ഞാൻ. അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി. അന്നൊരിക്കൽ പറഞ്ഞ സത്യം ഇന്നിതാ ഗുലുമാല്, അതിന്നു വീട്ടിൽ പുകഞ്ഞു തീയായി അതിന് കാരണം അറിഞ്ഞു ഞാൻ. അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി. അതിന്റെ ദുഃഖം അറിഞ്ഞു ഞാനും എരിഞ്ഞു മാനസം കരഞ്ഞു ഞാൻ. അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി.
ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ? ഞാൻ അമ്പലത്തിൽ പോണോ? ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോന്ന്. ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ കേട്ടോ. കിടന്ന് കീറണ്ട, കുറച്ച് പതുക്കെ പറഞ്ഞാൽ കേൾക്കാം. മനസ്സിലായില്ലേ? ഓ, എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ അമ്പലത്തിൽ പോണോ. അപ്പൊ ആ വഴി കുറച്ച് മോശ, ഇതുവഴി പോ. ഈ വഴിയോ? ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഞാനാ മൂത്തത്.